പൊടികൾ മാത്രം ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കാണാം. ആദ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രം, മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഈ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിനകത്താണ് കറി തയ്യാറാക്കുന്നത്. ആദ്യം കുറച്ച് ചുവന്നുള്ളിയാണ് നമുക്ക് വേണ്ടുന്നത്. ചെറിയ ഉള്ളിയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ചെറിയ ഉള്ളി കുറച്ച് ഒരു പിടി, ഏകദേശം ഒരു പിടി, അതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വട്ടത്തിലോ നീളത്തിലോ ഇഷ്ടത്തിൽ അരിയാം. അരിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നമ്മുടെ മീനിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതൊക്കെ എടുക്കാം. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഞാൻ കുറച്ചാണ് ചേർത്തത്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 2 സ്പൂണ് ചേർത്തിട്ടുള്ളൂ. എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെക്കണം. ഇത് നമ്മൾ ഡയറക്റ്റ്ലി എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പൊടികളെല്ലാം കരിഞ്ഞു പോകാനിടയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആദ്യം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ച് വെക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് വാടിയ ആ ഉള്ളിയിലേക്കും വെളുത്തുള്ളിയിലേക്കും നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് അതും കൂടി ചേർക്കാം. അതിനുശേഷം ഇതിനകത്ത് 2 സ്ക്വയർ കട്ട പോലെ ഇട്ടിരിക്കുന്നത് പുളിയാണ്. പുളി ഞാൻ പിഴിഞ്ഞ് നേരത്തെ ഐസ് ബോക്സിലാക്കി ക്യൂബാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് പുളിക്ക് പകരം ഇട്ടിരിക്കുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാത്തവർക്ക് പുളി ഡയറക്റ്റ് വെള്ളത്തിൽ പിഴിഞ്ഞും നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇടാം. അതിനുശേഷം നമ്മൾ ഏത് മീനാണോ കറിക്ക് എടുക്കുന്നത്, കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ആ മീൻ കറിയിലേക്കിടാം. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറി അങ്ങ് വളരെ ലൂസായി പോകും, കട്ടിയായിട്ടുള്ളൊരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് മീനെല്ലാം ഇട്ട് പാകത്തിന് ഒന്ന് വെന്ത് വരുമ്പോൾ ഇറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു ചെറിയ കപ്പിൽ ഒരു കട്ടി തേങ്ങാപ്പാൽ, ഒരു കാൽ മുറി തേങ്ങയുടെ ഒരു കട്ടി തേങ്ങാപ്പാലും കൂടി അതിനകത്ത് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് തിളച്ച് ചാറ് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാകും. കണ്ടോ? അതിനുശേഷം നമുക്ക് ഇവിടെ വെച്ച് കറി വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. കാരണം നമ്മൾ ആവശ്യത്തിന് എണ്ണ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതല്ല, എണ്ണ ഉപയോഗിക്കുന്ന പ്രശ്നമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് കടുക് വറുത്തും കൂടി ഈ കറിയിലേക്ക് ഒഴിക്കാം. അതൊരു പ്രത്യേക സ്വാദാണ്.